മരണം നടന്ന് 3.5 മണിക്കൂറിന് ശേഷം സ്വന്തം മാതാപിതാക്കളെ ആശുപത്രി അധികൃതർ വിളിച്ചറിയിക്കുന്നത് മകൾ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ്. അപ്പോൾ തന്നെ അവർക്ക് സംശയം തോന്നി. അവര് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് 3.5 മണിക്കൂർ വീണ്ടും കഴിഞ്ഞിട്ടാണ് അതിൽ അച്ഛനെ മാത്രം മൃതശരീരം കാണാൻ വേണ്ടി അനുവദിക്കുന്നത്. ഈ മൃതശരീരം കണ്ട അച്ഛൻ പറഞ്ഞു ഇത് ആത്മഹത്യയല്ല. അത്രമാത്രം വികൃതമായ രീതിയിൽ ശരീരം മുറിവേറ്റിരിക്കുന്നു, രക്തം വാർന്നൊഴുകുന്നു, പറയാൻ വയ്യാത്ത വിധത്തിലുള്ള ഭാഗങ്ങളിലൊക്കെ വലിയ അതിക്രമം നടന്നത് കൃത്യമായി അച്ഛന് കാണാൻ കഴിഞ്ഞു. അച്ഛൻ പറഞ്ഞു ഇതൊരിക്കലും ആത്മഹത്യയല്ല, ഇത് കൊലപാതകമാണ്. പിന്നീട് നടന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ അത്ഭുതകരമായ, അവിശ്വസനീയമായ, അതിഭീകരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മെഡിക്കൽ റിപ്പോർട്ടുകളാണ്. അതായത് 150 ഗ്രാം പുരുഷ ബീജം ആ ശരീരത്തിൽ നിന്ന് കണ്ടെത്തി എന്ന് പറയുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനായ ഒരു പുരുഷൻ ഒരു സമയത്ത് പുറപ്പെടുവിക്കാൻ കഴിയുന്നത് പരമാവധി 15 ഗ്രാം മാത്രമാണെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നതെങ്കിൽ അതിന്റെ 10 ഇരട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണശേഷവും മൃതശരീരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സൂചനകളുണ്ട്. എത്ര ക്രൂരമാണ്, എത്ര ഭീകരവും ബീഭത്സവുമാണ്. അപ്പോൾ മമതാ ബാനർജി എത്ര ഭയങ്കരിയായ രാക്ഷസിയാണ്. ആ രാക്ഷസിയുടെ ഭരണം നടത്തുന്ന പശ്ചിമ ബംഗാൾ, അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ എന്തു പിഴച്ചു എന്നുള്ള ചോദ്യമാണ് ഇപ്പൊ അവിടെ അന്തരീക്ഷത്തിൽ ഉയരുന്നത്. എന്തുകൊണ്ടെന്നാൽ അധികാരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഏതാനും MLA-മാരും MP-മാരും മന്ത്രിമാരും കയ്യിലുണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷ നിര ഒപ്പം പിന്തുണയ്ക്കാനുണ്ട്, മാധ്യമങ്ങൾ വെള്ളപൂശാനുണ്ട്, ആവശ്യത്തിന് പണം കയ്യിലുണ്ട്, അധികാരമുണ്ട്, എന്തും ചെയ്തു കളയും എന്നുള്ള അഹങ്കാരവും കൂടി വന്നപ്പോഴാണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഇടപെടേണ്ടി വന്നത്, CBI-യെ നിയോഗിക്കേണ്ടി വന്നത്. പക്ഷേ ഇനിയും സമരം മുന്നോട്ട് പോകും. കാരണം ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച കണ്ടോളൂ. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി വരും, പിന്തുണ കൊടുക്കും. ഇനിയിപ്പോൾ ആംനസ്റ്റി ഇന്റർനാഷണൽ അതടക്കമുള്ള അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഇവരൊക്കെ മാളങ്ങളിൽ പോയി ഒളിക്കും. മാധ്യമങ്ങൾ ഈ വിഷയം കണ്ടില്ല എന്ന് നടിക്കും. ചാനൽ ചർച്ചകളിൽ മറ്റ് വിഷയങ്ങൾ കൊണ്ടുവന്ന് ഈ വിഷയത്തെ തമസ്കരിക്കും. ബുദ്ധിജീവികളും സാംസ്കാരിക നായകളും പതിവ് പോലെ ആസനത്തിൽ വാലും തിരികെ കിടന്ന് ഉറങ്ങും. അപ്പോൾ പിന്നെ എന്താകാമല്ലോ. പിന്നെ കേന്ദ്ര നേതൃത്വം എന്തെങ്കിലും ശക്തമായ നടപടിയെടുത്താൽ അയ്യോ ഞങ്ങളെ പിരിച്ചുവിടാൻ വരുന്നു, ജനാധിപത്യ ധ്വംസനം എന്ന് പറഞ്ഞ് അമേരിക്ക മുതൽ ചൈന വരെയുള്ളവന്മാർ വാലും പൊക്കിക്കൊണ്ടുവരും. അപ്പൊ ഇതെല്ലാം ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭരണത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ജനങ്ങൾ തെരുവിൽ നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഏതായാലും അതിനേക്കാൾ ഭീകരം എന്ന് എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യ ഒന്നടങ്കം ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കുന്ന നിശബ്ദതയും ഇവിടുത്തെ സാംസ്കാരിക സാഹിത്യ നായകന്മാർ കാണിക്കുന്ന നിശബ്ദതയും അതേപോലെ തന്നെ മാഫിയ സംവിധാനം അരക്കെട്ടുറപ്പിക്കുന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെയും കോടതികളെയും വെല്ലുവിളിക്കുന്ന മമതാ ബാനർജിയുടെ നീക്കങ്ങളെയുമാണ്. അപ്പോൾ ഈ ഭീകര ഭരണം എത്രയും വേഗം അവസാനിപ്പിക്കാൻ പശ്ചിമ ബംഗാളിലെ ജനങ്ങളോടൊപ്പം ചേരുക എന്നുള്ളതാണ് ജനാധിപത്യ ബോധവും ദേശസ്നേഹവും മനുഷ്യ സ്നേഹവുമുള്ള ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത് എന്നും ഞാൻ കരുതുന്നു. സർ, നമ്മൾക്കറിയാം ത്രിപുരയിലും ബംഗാളിലും ഒക്കെ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് അവിടെ കാലിടറിയത്, അല്ലെങ്കിൽ ജനങ്ങൾ അവരെ നിഷ്കാസനം ചെയ്യിച്ചതെന്നൊക്കെ നമ്മൾക്കറിയാം. മാത്രമല്ല നമ്മുടെ കേരളത്തിലെ വയനാട് വൈത്തിരിയിൽ നടന്ന സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ SFI-ക്കാർ മൃഗീയമായി കൊലപ്പെടുത്തിയ ആ ഒരു കാര്യം കൂടി ഇതിട്ട് ഒരുപാട് സാമ്യതകൾ വരുന്നത് കൊണ്ടാണ് സാറ് സംസാരിച്ചപ്പോൾ എനിക്ക് വന്നതാണ്. അവിടെ ഒരു ഡോക്ടർ ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ ആ ഒരു പയ്യനാണ് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വെറ്ററിനറി, അതിന് പഠിക്കുന്ന ഒരു ഭാവിയിൽ ഡോക്ടറായി വരേണ്ട പയ്യൻ തന്നെയാണ് ണെന്ന് പറയേണ്ടതുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ആ ഒരു താരതമ്യം ഇവിടെ വരുന്നതോടുകൂടി തന്നെ ത്രിപുരയിലും ബംഗാളിലും നടന്ന എന്തായിരുന്നു ഇവർക്ക് അവിടെ സംഭവിച്ചത് എന്നതുകൂടി മാന്യ പ്രേക്ഷകരോടൊന്ന് വിവരിക്കുമ്പോൾ ഇവരുടെ ആ ദുഷ്ടതയുടെ ആ ഒരു ഡെപ്ത് മനസ്സിലാക്കാൻ പറ്റില്ലേ സാർ? തീർച്ചയായിട്ടും. ഇപ്പൊ മഹാരാജാസ് കോളേജിലാണെങ്കിലും വൈത്തിരി കോളേജിലാണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ SFI-യുടെ പേരിൽ കാണിച്ചു കൂട്ടുന്ന അക്രമ പ്രവർത്തനങ്ങൾ, ഇത് പണ്ട് സോവിയറ്റ് യൂണിയനിലും പിന്നീട് ചൈനയിലും അധികാരമുണ്ടായിരുന്ന 52 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും കോടാനുകോടി ജനങ്ങളെ കൊന്നു തള്ളിയ അതേ കമ്മ്യൂണിസ്റ്റ് ഭീകര മനസ്സാണ്
ഈ കേരളത്തില് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണമുണ്ടായിരുന്ന ബംഗാളിലും ത്രിപുരയിലും നമ്മൾ കണ്ട ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു തള്ളിയ ഭീകരതയുടെ പിന്നിലുള്ളത്. ഇന്ന് മമതാ ബാനർജിക്ക് അതേ ആൾക്കാര്, അതായത് CPIM ഭീകരന്മാര് അധികാരത്തിന്റെ തണലിലേക്ക് കാലുമാറി ഇന്ന് മമതാ ബാനർജിയുടെ കൂടെ കൂടിയിരിക്കുന്നു. അതായത് ഇന്നലത്തെ CPM ആണ് ഇന്നത്തെ തൃണമൂൽ കോൺഗ്രസ്. അപ്പോൾ അവരുടെ ആ ഒരു ഭീകര സംവിധാനങ്ങൾ, അതിൽ കിട്ടിയ പരിശീലനം, അതിന്റെ പ്രാവീണ്യം, ഇത് മുഴുവൻ ഇന്ന് മമതാ ബാനർജി സ്വന്തമാക്കി കഴിഞ്ഞു. അതായത് പ്രച്ഛന്ന വേഷത്തിലുള്ള CPM തന്നെയാണ് മമതാ ബാനർജി. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ, അതായത് പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ അധികാരത്തിന്, ഏകാധിപത്യത്തിന് എതിര് നിൽക്കുന്ന ആരെയും, അത് തന്റെ കൂടെയുള്ളവരാണെങ്കിലും മടിയില്ലാതെ തട്ടിക്കളയുക, കൊന്നുകളയുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമാണ്. നമുക്കറിയാം, സഖാവ് ലെനിൻ സോവിയറ്റ് യൂണിയന്റെ അധികാരം പിടിച്ചെടുക്കുമ്പോഴും മാവോ സേതുങ് ചൈനയുടെ അധികാരം പിടിച്ചെടുക്കുമ്പോഴും അവര് വർഗശത്രുക്കൾക്കെതിരെ, മറ്റ് രാഷ്ട്രങ്ങൾക്കെതിരെ അല്ല യുദ്ധം ചെയ്തത്. സ്വന്തം പോളിറ്റ് ബ്യൂറോയിലെ മഹാഭൂരിപക്ഷം പേരെയും കൊന്നൊടുക്കിക്കൊണ്ട് പാർട്ടിയുടെ അധികാര സ്ഥാനത്തേക്ക് ലെനിൻ ആണെങ്കിലും ബ്രഷ്നേവ്, ക്രൂഷ്ചേവ് പോലെയുള്ള ആൾക്കാരാണെങ്കിലും സ്റ്റാലിൻ ആണെങ്കിലും അവരെല്ലാം നടത്തിയ നിലപാടുകൾ ഒന്ന് തന്നെയാണ്. അവരുടെ കൂട്ടക്കൊല സ്വന്തം പാർട്ടിക്കുള്ളിലെ നേതാക്കന്മാർക്കെതിരെയായിരുന്നു. അത് തന്നെയാണ് ചൈനയിലും. മാവോ സേതുങ് ചൈനയിലെ ജനാധിപത്യ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ആരെയാണ് കൊന്നൊടുക്കിയത്? സ്വന്തം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ, സ്വന്തം നേതാക്കളെ. അങ്ങനെയുള്ളവരെ വെട്ടിയൊതുക്കി കൊന്നൊതുക്കിയിട്ട് ഒരു വ്യക്തിയിലേക്ക് അധികാരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന ചൈനയിൽ വരെ എത്തുന്നത് ആ ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. ആരാണോ അധികാരം കയ്യിലുള്ളത് അയാൾ ആദ്യം പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കുന്നു, പിന്നെ ജനങ്ങളെ കൊന്നൊടുക്കുന്നു, ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണം നടത്തുന്നു. അതിന് മറ പിടിക്കാൻ വേണ്ടിയും കുഴലൂതാൻ വേണ്ടിയും പിന്തുണ കൊടുക്കാൻ വേണ്ടിയും ടൺ കണക്കിന് നോട്ടുകെട്ടുകൾ ഒഴുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ അവരുടെ വീടുകളിലേക്ക് അയച്ചുകൊണ്ട് ചാനലുകളെയും പത്രങ്ങളെയും വിലക്കെടുക്കുന്നു. സാംസ്കാരിക ബുദ്ധിജീവി നായകന്മാരെ സ്വർണ്ണ തൊടലിട്ട് പൂട്ടി കൈപ്പിടിച്ചിരിക്കുന്നു. ഇതാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം എക്കാലത്തും ചെയ്തിരുന്നത്. അപ്പോൾ അതിന്റെ തനിയാവർത്തനം തന്നെയാണ് ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിലും കാണുന്നത്. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജിയെ രക്ഷിക്കുക എന്നുള്ളത് കേരളത്തിന്റെ ദൗത്യമായതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളും തീർച്ചയായിട്ടും മമതാ ബാനർജിക്ക് എതിരായിട്ടുള്ള നിലപാട് തന്നെ അനുകൂലമായ നിലപാട് സ്വീകരിക്കും. എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന BJPയെ അല്ലെങ്കിൽ അതുപോലെയുള്ള മാധ്യമങ്ങളെ അവര് മറ്റു രീതിയിൽ നേരിടുകയും തേജോവധം ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇന്ന് പശ്ചിമ ബംഗാളിൽ സംഭവിക്കുന്നത് നാളെ കേരളത്തിൽ സംഭവിക്കും. അതിന്റെ സൂചനയാണ് അഭിമന്യുവും അതേപോലെ തന്നെയാണ് സിദ്ധാർത്ഥും ഒക്കെ എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലും ഇത് തന്നെ നടക്കും. ഇത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇത് പശ്ചിമ ബംഗാളിൽ CPM എന്ത് ചെയ്തോ അതിന്റെ തനിയാവർത്തനമാണ് മമതാ ബാനർജി ചെയ്യുന്നതെങ്കിൽ അതിന്റെ തനിയാവർത്തനമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ PSC റാങ്ക് ലിസ്റ്റിലെ 3-1 ഒഴിവുകൾ മാത്രം നികത്തുകയും 3-2 ഒഴിവുകൾ പാർട്ടി ഓഫീസിൽ കൂടി നടത്തുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇവിടുത്തെ പൊതു ഭരണ സംവിധാനത്തെയും ബ്യൂറോക്രസിയെയും പരിപൂർണമായി CPM വൽക്കരിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പോലീസിനെ CPM വൽക്കരിച്ചു കഴിഞ്ഞു. ജുഡീഷ്യൽ സംവിധാനത്തിൽ കയറി പറ്റാവുന്നിടത്തോളം പേര് കയറി പറ്റിയിരിക്കുന്നു. ഗവൺമെന്റിന്റെ എല്ലാ മേഖലകളിലും പിൻവാതിൽ നിയമനങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളെ തിരികെ കയറ്റിയിരിക്കുന്നു. ഇപ്പോൾ കൽക്കട്ടയിലെ RG മെഡിക്കൽ കോളേജിൽ പോലീസിന്റെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ഒരു തൃണമൂൽ കോൺഗ്രസ് ഗുണ്ട, അയാളെ അവിടെ വെച്ചിട്ട് അയാളുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ചെയ്തത് എന്നിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് ആസൂത്രിതമായ ഒരു കമ്മ്യൂണിസ്റ്റ് ഭീകര ഭരണകൂടം എപ്രകാരമാണോ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ എക്കാലത്തും പ്രവർത്തിച്ചിരുന്നത്, എങ്ങനെയാണോ തൃണമൂൽ കോൺഗ്രസ് എങ്ങനെയാണ് CPM പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും പ്രവർത്തിക്കുന്നത്, അത് തന്നെ അവിടെ ചെയ്യുന്നു. ഇപ്പൊ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഏറ്റവും ഭീകരമായ രീതിയിൽ പാർട്ടിക്കുള്ളിൽ ഇപ്പൊ P ശശിക്കെതിരെയൊക്കെയുള്ള നടപടികൾ നമുക്ക് കണ്ടല്ലോ. പാർട്ടിക്ക് നടപടി എടുക്കാതിരിക്കാൻ വയ്യ, നടപടി എടുത്തു എന്ന് വരുത്തുകയും അവസാനം പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ P ശശിയെ പരിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പീഡനം അനുഭവിച്ചവരും പീഡിപ്പിക്കപ്പെട്ടവരുമെല്ലാം പെരുവഴി ആധാരമാവുകയും തെരുവിലാവുകയും ചെയ്യും. നാളെ അവർക്ക് നാവില്ലാത്ത അവസ്ഥ വരും. മിണ്ടിയാൽ തട്ടിക്കളയുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പേടിച്ച് വിറച്ച് ഇവരൊക്കെ നിശബ്ദത പാലിക്കേണ്ടി വരും. ഇപ്പൊ കേരളത്തിൽ നമ്മൾ കാണുന്നതല്ലേ, പിണറായി വിജയൻ ഭീകരനാണെന്ന് എല്ലാവർക്കും അറിയാം. പാർട്ടി ഭീകരമായ ഭരണമാണ് നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പീഡനം അനുഭവിക്കുന്ന പാർട്ടിയിലെ പെൺ സഖാക്കളും
അതുപോലെ തന്നെ പീഡനം അനുഭവിക്കുകയും മതപീഡനം അനുവദിക്കുകയും ചെയ്യുന്ന പാർട്ടിയിലെ മറ്റു സഖാക്കളും നിശബ്ദരായി നിന്ന് സഹിക്കുന്നത് പോലെ പശ്ചിമ ബംഗാളിലെ സഹനത്തിന് നെല്ലിപ്പടി കണ്ടപ്പോഴാണല്ലോ അവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചാടിയത്. പക്ഷെ തൃണമൂൽ കോൺഗ്രസ് വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ജനങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ സമാനമായ കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് പശ്ചിമ ബംഗാളിന്റെ മാനസികാവസ്ഥ പരിപൂർണമായി മനസ്സിലാകുന്നത് മലയാളിക്കാണ്. അതുകൊണ്ട് മലയാളി ഇതിനെതിരെ കൃത്യമായും സടകുടഞ്ഞ് എഴുന്നേൽക്കണം. ഇല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ കേരളത്തിൽ ആവർത്തിക്കും. മമതാ ബാനർജി എന്ന് പറയുന്ന അതിഭയങ്കരിയായിട്ടുള്ള ഈ രാക്ഷസിയുടെ പുനരവതാരം എന്നുള്ള നിലയിൽ കേരളത്തിലും പല രാക്ഷസിമാരും CPM-നകത്തുനിന്ന് തലപൊക്കും എന്നുള്ളത് നമ്മൾ കണ്ടനുഭവിക്കേണ്ടി വരും.